ഡ്രസ് ഇടാണ്ടാണോ കിടക്കുന്നത് എന്നുള്ളത്. ഇതൊരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയ ചോയ്സ് ആണെന്നുണ്ടെങ്കിലും ഇത് ചിലപ്പോൾ കുറേ പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതിനൊരു ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പം ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഭയങ്കര എന്താ പറയുക, ഒരു തുറന്ന പുസ്തകമായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പാർട്ട്നേഴ്സ് ഒരിക്കലും ഡ്രസ് ഇടാൻ പാടില്ല. പ്രത്യേകിച്ച് ബെഡിൽ ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. കാരണം ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ചട്ടിയും പ്രായും എല്ലാം ഇട്ട് വേണമെങ്കിൽ സാരിയും കൂടെ കൊടുത്ത് വേണമെങ്കിൽ കിടക്കും. അപ്പം അങ്ങനെ എല്ലാം മൂടി പൊതച്ചിട്ടല്ല നമ്മൾ കിടക്കേണ്ടത്. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിലും പാട്ടും കോട്ടും മുണ്ടും ചട്ടിയും കിട്ടല്ല അങ്ങനെയല്ല കിടക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഊഷ്മളത നമ്മൾ ഒത്തിരി ആസ്വദിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക്, അല്ലാണ്ട് ആണ്ടരും ചങ്ങനാതിക്കും ഒക്കെ ആസ്വദിക്കണം എന്നുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സംഭവം ഒന്നും വേണം. പക്ഷേ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരിക അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അവസ്ഥകളൊക്കെ കടന്നു പോയി കഴിഞ്ഞാലും നമ്മൾ ഈ ദാമ്പത്യ ജീവിതത്തിന്റെ എന്താ പറയുക ഇതുപോലുള്ളൊരു പ്രത്യേക ഒരു അനുഭൂതി സുഖം നമ്മൾ അങ്ങനെ എന്താ പറയുക ഡ്രസ്സ് ഇല്ലാണ്ട് നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഡ്രഗ് അഡിക്ഷനെക്കാട്ടും വലിയൊരു അഡിക്ഷനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ആ ഒരു വ്യക്തികൾ ഒരിക്കലും വഴിതെറ്റി പോലും പോകത്തില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ റിലാക്സ്ഡ് ആവും. അപ്പം ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ് അവിടുത്തെ പോലെ തന്നെ ഇവിടെ എന്നുള്ള മൂവി. ഓക്കെ. അപ്പം ആ മൂവിക്കകത്ത് മോഹൻലാലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മോഹൻലാലിൻ്റെ ഒരു സെയിം കട്ട് തന്നെയാണ് ഞാൻ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം കണ്ടിട്ടില്ലാത്തവരത് കാണണം. അപ്പം നമ്മളെപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫിൽ നിങ്ങൾ ഈ ഒത്തിരി പേര് കല്യാണം കഴിക്കുന്നവരും അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് മൂടില്ല, തേങ്ങയില്ല, അങ്ങനെ. അപ്പം നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള സൈറ്റുകളിൽ കയറി അനാവശ്യമായിട്ടുള്ള വൃത്തികേടുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു മൂടും ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലത്തെ സാധനങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് മൂടാം. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ മാരേജ് ലൈഫ് നിങ്ങൾ ഡിസൈൻ ചെയ്യണം. അപ്പം ഞാൻ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തതും അതുപോലെയാണ് എൻ്റെ മാരേജ് ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ഊഷ്മളത എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും വീഡിയോസിൽ കൊണ്ട് അധികം പ്രദർശിപ്പിച്ച് കാണിക്കാറില്ല. അത് വേറെ ഒന്നുകൊണ്ടല്ല, അതിലോട്ട് ഒരു ഈവിളായി വരണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പല കാര്യങ്ങളും കാണിക്കാണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ പരമാവധി നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിഞ്ഞ് ഒരിക്കലും നിങ്ങൾ ഡ്രസ്സ് ഇടാൻ പാടില്ല. ബെഡിൽ വളരെ നാച്ചുറലി നിങ്ങൾ ആ ഒരു എന്താ പറയുക വാംനെസ് ഒക്കെ അനുഭവിച്ച് ആ ഒരു സുഖത്തിൽ എപ്പോഴും കിടന്നുറങ്ങാൻ ശ്രമിക്കണം. ഇതൊരു വലിയൊരു ടിപ്പാണ്. അപ്പം കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് വരൂ. ഞാൻ അവിടെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഇനി എടുക്കാൻ തുടങ്ങുന്നുണ്ട്. മാരേജ് കഴിഞ്ഞിട്ടുള്ളവരും ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും ഒക്കെ ഒത്തിരി ഓരോ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ എല്ലാവർക്കും ആഗ്രഹമില്ല നല്ല രീതിയിലൊരു കുടുംബജീവിതവും അല്ലെങ്കിൽ മാരേജ് ലൈഫിൻ്റെ ഒരു ഊഷ്മളതൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ഒരു കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും